ഞാൻ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുമെന്ന് വചനം പറഞ്ഞതുപോലെ നിന്റെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട്, എക്സാമുകളോട് ബന്ധപ്പെട്ട് ചില വാക്തത്വത്തിനായി നീ കാത്തിരിക്കുക. ഇന്ന് പകൽ ആത്മാവുറിയ ഞാൻ അതിനെ തുറക്കും. നീ ആഗ്രഹിക്കുക തുറമുഖത്ത് നീ എത്തുമെന്ന് പറഞ്ഞതുപോലെ ആത്മാവ് ഒരു അഭിഷേകത്തെ നിന്റെ മേൽ പകരുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് ഈ കുടുംബത്തിന് വേണ്ടി എല്ലാവരും സ്തോത്രം ചെയ്താണ്. ഈ മകളെ ദൈവാത്മാവ് തൊടുകയോ, ശക്തമേറിയ അഭിഷേകം ഈ മകളുടെ മേൽ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ചില വഴികളൊക്കെ അടഞ്ഞു കിടന്നേനെ. പക്ഷെ ഇവിടെ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു വലിയ ഉയർച്ചയുടെ പടവുകളെ നീ കയറാൻ പോകുക. യാക്കോബ് കണ്ടൊരു ഗോവിണി, അത് വെറും ഒരു ഗോവിണിയല്ല, ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതുമായ കാഴ്ച കണ്ട ഗോവിണിയ. 2, അത് സ്വർഗത്തോളം കയറി ചെല്ലാൻ കഴിയുന്നൊരു ഗോവിണിയ. ഇന്ന് പകൽ ആത്മാവ് ശക്തിയോടെ പറയുന്നു, നീ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ഥാനത്ത് നീ മഹത്വകരമായ ദൈവിക ദർശനങ്ങൾ കാണുകയുള്ളൂ. ഇന്ന് പകൽ ആത്മാവ് ശക്തിയോടെ പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ അകത്തൊരു മഹത്വത്തെ ഞാൻ പ്രദർശിപ്പിക്കും. ദൈവിക വാക്തത്വങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. വലിയ വിടുതൽ നടക്കാൻ പോകുക. നിങ്ങളുടെ ഭാവി എല്ലാം ക്രിസ്തുവിൽ ഭദ്രമാണ്. നിങ്ങളുടെ ജീവിതം തിരിയും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒന്ന് വരാവോ? പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. നിങ്ങളുടെ ജീവിതം എല്ലാം മാറാൻ പോവുക, അടിമുട മാറാൻ പോവുക. അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്ന് നിങ്ങൾക്കറിയത്തില്ല ഇനി എന്തു സംഭവിക്കുമെന്നും എങ്ങനെ ആയിത്തീരുമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. പക്ഷെ കർത്താവ് പറയുക, നിങ്ങളുടെ ഭാവിയെല്ലാം ക്രിസ്തുവിൽ ഭദ്രമായിരിക്കും. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ദൈവം ഒരു വലിയ മഹത്വത്തെ പ്രദർശിപ്പിക്കാൻ പോകുക. ഞാൻ ആത്മാവിൽ കാണുന്നു, സ്ഥല സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്ത് ഒരു വലിയ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുക.